Hello everyone, welcome to HUPod. എല്ലാവർക്കും മക്കളെ HUPodന്റെ 9ാം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ യുവർ നാഫി. ഓൺ ദ റൂഫ് ഓഫ് ദി വേൾഡ് അഥവാ ലോകത്തിൻ്റെ നെറുകയിൽ നിന്നുള്ള ചാപ്റ്ററിൽ നിന്ന് നിങ്ങളുടെ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എന്ത് ചെയ്യുക, പരമാവധി ഒന്ന് ഷെയർ ചെയ്യുക, കഴിയുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ സെറ്റ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ, റൈറ്റ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഹിമാദ്രി, ഹിമാചൽ ആൻഡ് ശിവാലിക്സ്. എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളൊരു ചാപ്റ്ററിൽ ആരെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്? ഹിമാദ്രി കുറിച്ചിട്ടും ഹിമാചലിനെ കുറിച്ചിട്ടും ശിവാലിക്സിനെ കുറിച്ചിട്ടും പഠിച്ചിട്ടുണ്ട്. ഇത് മൂന്നും തമ്മിലുള്ള ഡിഫറൻസ് എന്ത് ചെയ്യാറുണ്ട്, എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ. റൈറ്റ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഹിമാദ്രി, ഹിമാചൽ ആൻഡ് ശിവാലിക്സ്. നിങ്ങൾ ശ്രദ്ധിക്കുന്നത് ഏതൊക്കെയാണ്? റൈറ്റ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഹിമാദ്രി, ഹിമാചൽ ആൻഡ് ശിവാലിക്സ്. ഈ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. എക്സാമിന് എന്ത് ചെയ്യാൻ ചാൻസ് ഉണ്ട്, ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുന്ന കാര്യം എന്താ, നിങ്ങൾ ശിവാലിക്സിന് ഈ 2-3 പോയിന്റ് നിങ്ങൾ പഠിച്ചു വെക്കണം. ഹിമാദ്രി 2-3 പോയിന്റ്, ഹിമാചൽ 2-3 പോയിന്റ് നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ. അപ്പോൾ ശിവാലിക്സിന്റെ ഫസ്റ്റ് പോയിന്റ് എന്താ, ദ ശിവാലിക് റേഞ്ച് വിച്ച് ഇസ് സദേൺ മോസ്റ്റ് ഹിമാലയൻ റേഞ്ചസ് ആൻഡ് ഫോം ദ ബോർഡർ ഓഫ് ഗംഗ പ്ലെയിൻസ് ഹാവ് എ വിഡ്ത്ത് ഫ്രം ആവറേജ് ഓഫ് 60 to 150 കിലോമീറ്റർ അല്ലേ. ഹിമാലയൻ പർവ്വതനിരയുടെ തെക്കേ അറ്റവും ഗംഗാ സമതലത്തിന്റെ അതിർത്തിയിൽ രൂപപ്പെടുന്നതുമായിട്ടുള്ള ശിവാലിക് നിരക്ക് 60 മുതൽ 150 കിലോമീറ്റർ വരെ വീതിയുണ്ട്. 60 കിലോമീറ്റർ മുതൽ 150 കിലോമീറ്റർ വരെ വീതി, വിടുത്ത്. ആ ഒരു പോയിന്റ് നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ എന്തായാലും ആഡ് ചെയ്യണം കേട്ടോ. ആൻഡ് ഇറ്റ് ഈസ് ദ മോസ്റ്റ് ഔട്ടർ റേഞ്ച് ഓഫ് ഹിമാലയ ആൻഡ് ഇറ്റ് ഇസ് ഓൾസോ നോൺ ആസ് ഔട്ടർ ഹിമാലയ അല്ലേ. ഔട്ടർ ഹിമാലയ എന്ന് വിളിക്കുന്നതും ആരെയാണ്? ശിവാലിക്കിനെയാണ്. ഈ 2 പോയിന്റ് അവിടെ എഴുതി വെച്ചാൽ മതി. കാരണം ഈ ഒരു ക്വസ്റ്റ്യൻ 4 മാർക്കിനൊക്കെ ആയിരിക്കും എന്ത് ചെയ്യുക, എക്സാമിന് ചോദിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഔട്ടർ ഹിമാലയം എന്ന് വിളിക്കുന്നതും ആരെയാണ്? ശിവാലിക്സിനാണ് കേട്ടോ. ആ ഒരു പോയിന്റ് കൂടി എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. അടുത്ത ഹിമാചലാണ്. ഹിമാചലിലെ എലവേഷൻ എത്രയാണ്, ആവറേജ് ഹൈറ്റ് എത്രയാണ്? 3500 to 4500 മീറ്റർ അല്ലേ. 3500 മീറ്റർ മുതൽ 4500 മീറ്റർ വരെ ഹൈറ്റിലുള്ളതാണ് ഇത് ഹിമാചൽ എന്ന് പറയുന്നത്. അത് മാത്രമല്ല, ഇതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണെന്ത്, ലെസ്സർ ഹിമാലയം. എന്താണ് ഇതിനെ വിളിക്കുന്നത്? ലെസ്സർ ഹിമാലയം. ഇതിനെ വിളിക്കുന്ന പേരാണെന്ത്, ലെസ്സർ ഹിമാലയം എന്ന് പറയുന്നത്. ഇതിന് വിടുത്ത് എത്രയാടാ? 60 to 80 കിലോമീറ്റർ ആട്ടോ. ശ്രദ്ധിക്കുന്നത്, ഇതിന് വീതി എത്രയാണ്? 60 മുതൽ 80 കിലോമീറ്റർ വരെ. ഈ ഒരു 3 പോയിന്റ് നിങ്ങൾ എന്ത് ചെയ്യണം, ഹിമാചലിൽ ആഡ് ചെയ്യണം. അടുത്ത എന്താണ്, ഹിമാദ്രിയാണ്. ഗ്രേറ്റർ ഹിമാലയാസ് എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ ഇന്നർ ഹിമാലയാസ് അല്ലെ. ഗ്രേറ്റർ ഹിമാലയ അല്ലെങ്കിൽ ഇന്നർ ഹിമാലയ എന്ന് വിളിക്കുന്നത് ആരെയാണ്? ഹിമാദ്രിയാണ്. ഹിമാദ്രിയുടെ ആവറേജ് ആൾട്ടിറ്റ്യൂഡ് എത്രയാണ്? 6100 മീറ്റർ അല്ലെ, 6100 മീറ്റർ ആണ്. ഇതിന് വിടുത്ത്, വീതി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 25 കിലോമീറ്റർ. അപ്പോൾ ഈ പോയിന്റ്സ് ഒക്കെ നിങ്ങൾ അതിലേക്ക് ആഡ് ചെയ്താൽ നിങ്ങൾക്ക് എന്താണ്, കറക്റ്റായിട്ട് അതിലെ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് അതിലേക്ക് പോയിന്റ് ആക്കി എഴുതാൻ പറ്റും. അടുത്തത് ഒരു ക്വസ്റ്റ്യൻ എന്താ, പ്രിപ്പയർ എ ഷോർട്ട് നോട്ട് അബൌട്ട് ദ റീജിയണൽ ഡിവിഷൻ ഓഫ് വെസ്റ്റേൺ ഹിമാലയ. പടിഞ്ഞാറൻ ഹിമാലയത്തിന്റെ പ്രാദേശിക വിഭജനത്തെക്കുറിച്ച് ഒരു ചെറിയ കുറിപ്പ് തയ്യാറാക്കാനാണ്. നമുക്കറിയാം വെസ്റ്റേൺ ഹിമാലയത്തെ 3 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തത്. ഫസ്റ്റ് വൺ ഏതാ, കാശ്മീർ ഹിമാലയം. സെക്കൻഡ് വൺ ഏതാ, ഹിമാചൽ ഹിമാലയം. തേർഡ് വൺ ഏതാ, ഉത്തരാഖണ്ഡ് ഹിമാലയം. അപ്പോൾ കാശ്മീർ ഹിമാലയ ഉണ്ട്, ഹിമാചൽ ഹിമാലയ ഉണ്ട്, ഉത്തരാഖണ്ഡ് ഹിമാലയ ഉണ്ട്. 3നെ കുറിച്ചിട്ടും എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതിയാൽ മാത്രമേ നിങ്ങൾക്ക് അവിടെ എന്ത് കിട്ടുള്ളൂ, മാർക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ എന്താണ് കാശ്മീർ ഹിമാലയത്തിന്റെ ഫീച്ചേഴ്സ്? കാശ്മീർ ഹിമാലയ വിച്ച് എക്സ്റ്റെൻഡ് ഓവർ 3.5 lakh സ്ക്വയർ കിലോമീറ്റർ. 3.5 ലക്ഷം ചതുരശ്ര കിലോമീറ്ററിൽ പരന്ന് കിടക്കുന്ന ഒന്നാണ് എന്ത്, കാശ്മീർ ഹിമാലയം എന്ന് പറയുന്നത്. അതിൻ്റെ ജമ്മു കാശ്മീർ ആൻഡ് ലഡാക്ക് പോലുള്ള ഭാഗങ്ങൾ അത് കാണുന്നത്. ഇതിൻ്റെ വിടുത്ത് ഏകദേശം എത്രയാടാ, ഒരു 700 കിലോമീറ്റർ to 500 കിലോമീറ്റർ ആട്ടോ. പിന്നെ ഇവിടുത്തെ ഏറ്റവും ഹൈറ്റ് കൂടിയ മൗണ്ടെയിൻ ആണ് ഇത്, ഏറ്റവും ഹൈറ്റ് കൂടിയ കൊടുമുടിയാണ് ഇത്, മൗണ്ട് ഗോഡ്വിൻ ഓസ്റ്റിൻ. ആ ഒരു പോയിന്റ്സ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. പിന്നെ ഈ ഒരു കാശ്മീർ ഹിമാലയത്തിൽ ആരൊക്കെയുണ്ട്? കാരക്കോറം ഉണ്ട്, സസ്കർ ഉണ്ട്, ലഡാക്ക് ഉണ്ട്. ഈ പോയിന്റൊക്കെ അതിൽ എഴുതി വെക്കണേ. കാശ്മീർ ഹിമാലയത്തിലാണ് ആരുള്ളത്? കാരക്കോറം, ലഡാക്ക്, സസ്കർ. അതുമാത്രമല്ല, ഈ കാശ്മീർ ഹിമാലയത്തിൻ്റെ ഭാഗത്തുള്ള റിവേഴ്സ് ആണ് രവി, ജലം, ചെനാബ്. ഈ റിവേഴ്സിന്റെ പേര് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. പിന്നെ ഇവിടെ ഒരുപാട് ഗ്ലേഷ്യേഴ്സ് അഥവാ ഹിമാനികളുണ്ട്. ഏതൊക്കെയാടാ? സിയാച്ചിൻ, ബൊൾട്ടോറോ പോലെയുള്ള ഗ്ലേഷ്യേഴ്സ് അഥവാ ഹിമാനികൾ കാണുന്നത് എവിടെയാണ്? കാശ്മീർ ഹിമാലയത്തിലാണ് കേട്ടോ. ഈ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യണം, അവിടെ ആഡ് ചെയ്യണം. പിന്നെ ഹിമാചൽ ഹിമാലയത്തെ കുറിച്ച് നിങ്ങൾ പറയുകയാണെങ്കിൽ ഇത് ഏത് സ്റ്റേറ്റ് ആടാ? ഹിമാചൽ പ്രദേശ് എന്ന സ്റ്റേറ്റിലൂടെയാണ്. ഇവിടെ കാണുന്ന റിവേഴ്സ് ഏതൊക്കെയാണ്? ചെനാബ്, രവി. പിന്നെ ശ്രദ്ധിക്കുന്ന കാര്യം, ഇവിടെയുള്ള മൗണ്ടെയിൻസ് അഥവാ മലകൾ ഏതൊക്കെയാടാ? ദൗലതറും പീർ പഞ്ചലും. ഇവിടെയുള്ള മലകൾ ഏതൊക്കെയാണ്? ദൗലതറും പീർ പഞ്ചലും. പിന്നെ ഇവിടെ ഒരുപാട് ലേക്സ് ഉണ്ട് അല്ലേ. ഏതൊക്കെയാടാ? ചന്ദ്രതലും സൂരജ് താളും. ശ്രദ്ധിക്കണേ, ചന്ദ്രതലും സൂരജ് തലും എന്താണ്? ഇവിടെയുള്ള ലേക്സ് ആണ്. പിന്നെ ഇവിടെയുള്ള ചുരം, ഹിമാചൽ ഹിമാലയത്തിലെ ചുരം അല്ലെങ്കിൽ പാസ് ഏതാടാ? ബർളച്ചാല പാസ് അല്ലേ. ഏതാടാ? ബർളച്ചാല പാസ്. അപ്പോൾ ഈ പോയിന്റുകളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, ഹിമാചൽ ഹിമാലയത്തിൽ എഴുതി വെക്കണം. അടുത്തേതാ? ഉത്തരാഖണ്ഡ് ഹിമാലയം എന്ന് പറഞ്ഞാൽ എന്താ? സത്ലജ് റിവറിനും കാലി റിവറിനും ഇടയിലുള്ള ഭാഗമാണ് ഏത് ഹിമാലയം? ഉത്തരാഖണ്ഡ് ഹിമാലയം എന്ന് പറഞ്ഞാൽ ഇതിനെ വിളിക്കുന്ന, ഇതിൻ്റെ വെസ്റ്റേൺ
പാർട്ട്, ഈ ഉത്തരാഖണ്ഡ് ഹിമാലയത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തെ വിളിക്കുന്ന പേരാണെന്ത്? ഗഡ്വൽ ഹിമാലയം. ഈസ്റ്റേൺ സൈഡ് കിഴക്ക് ഭാഗത്തെ വിളിക്കുന്ന പേരാണെന്ത്? കുമവൂൻ ഹിമാലയം. ഇവിടെ ഒരുപാട് മൗണ്ടെയിൻസ് ഉണ്ട്. ഏതൊക്കെയാടാ? നന്ദാദേവി ഉണ്ട്, കാമറ്റ്, ബദ്രിനാഥ്, കേദർനാഥ് പോലെയുള്ള മൗണ്ടെയിൻസ് നമുക്ക് എവിടെ കാണാൻ പറ്റും? ഈ ഒരു ഉത്തരാഖണ്ഡ് ഹിമാലയത്തിൽ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. പിന്നെ ഗംഗ, യമുന പോലുള്ള റിവേഴ്സിൻ്റെ ഒറിജിൻ പോയിന്റും എവിടെയാണ്? ഉത്തരാഖണ്ഡ് ഹിമാലയത്തിലാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, നൈനിറ്റാൽ പോലെയുള്ള ലേക്സ് അഥവാ തടാകങ്ങൾ കാണുന്നതും എവിടെയാണ്? ഉത്തരാഖണ്ഡ് ഹിമാലയത്തിലാണ് കേട്ടോ. പിന്നെ ഡ്യൂണുകൾ കാണുന്നതും എവിടെയാണ്? ഉത്തരാഖണ്ഡ് ഹിമാലയത്തിലാണ്. ബുഗിയൽസ് എന്ന് പറയുന്ന മിഡോസ് അല്ലേ, പുൽമേടുകൾ കാണുന്നതും എവിടെയാണ്? ഉത്തരാഖണ്ഡ് ഹിമാലയത്തിലാണ്. ഈ ഒരു പോയിന്റ്സ് ഒക്കെ നിങ്ങൾ ഇതിലേക്ക് എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് ആർ ദി ഫീച്ചേഴ്സ് ഓഫ് ട്രാൻസ് ഹിമാലയ? ട്രാൻസ് ഹിമാലയത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ. എന്താണ് ട്രാൻസ് ഹിമാലയത്തിൻ്റെ പ്രത്യേകത? ദ നോർത്തേൺ മോസ്റ്റ് ഡിവിഷൻ ഓഫ് ദി ട്രാൻസ് ഹിമാലയ ഇസ് നോൺ ആസ് ടിബറ്റൻ ഹിമാലയ. ട്രാൻസ് ഹിമാലയത്തിൻ്റെ ഏറ്റവും വടക്കേ ഭാഗത്തെ എന്ത് വിളിക്കുന്നുണ്ട്? ടിബറ്റൻ ഹിമാലയ എന്ന് വിളിക്കുന്നുണ്ട്. ശരാശരി 3000 മീറ്റർ അല്ലേ, ആവറേജ് ഹൈറ്റ് എത്രയാണ് ട്രാൻസ് ഹിമാലയത്തിൻ്റെ? 3000 മീറ്റർ കേട്ടോ. ട്രാൻസ് ഹിമാലയത്തിൻ്റെ ആവറേജ് ഹൈറ്റ് എത്രയാണ്? 3000 മീറ്റർ ആണ് കേട്ടോ. എത്രയാണ്? 3000 മീറ്റർ ആണ്. പിന്നെ അത് മാത്രമല്ല, ഇതിൻ്റെ വിഡ്ത്ത്, ഇതിൻ്റെ വീതി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 40 കിലോമീറ്റർ അഥവാ 40 കിലോമീറ്റർ ആണ്. ഇതിൻ്റെ ലെങ്ത് എത്രയാടാ? 965 കിലോമീറ്റർ, 965 കിലോമീറ്റർ ആണ്. ഈ കാരക്കോറം, ഈ ട്രാൻസ് ഹിമാലയത്തിൻ്റെ ഭാഗമായിട്ടുള്ള കാരക്കോറം പർവ്വനിരകളാണ് ഹിമാലയത്തെ പാമീർ നോട്ട് അഥവാ പാമീർ പർവ്വതക്കെട്ടുമായിട്ട് ബന്ധിപ്പിക്കുന്നത് കേട്ടോ. ആ ഒരു കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ട്രാൻസ് ഹിമാലയത്തെക്കുറിച്ച് ചോദിച്ചാൽ ഈ പോയിന്റ്സ് ഒക്കെ നിങ്ങൾ അതിലേക്ക് എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അപ്പോൾ ഇതേപോലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങളുടെ മിഡ് ടേം എക്സാമിനും ഇനി വരാൻ പോകുന്ന ഓണം എക്സാമിനും ചോദിക്കാൻ ചാൻസ് ഉണ്ടെന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക കേട്ടോ. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾക്കൊരു ഹോംവർക്ക് തരാണ്. നിങ്ങളുടെ ഓണം എക്സാമിനും അതേപോലെ മിഡ് ടേം എക്സാമിനൊക്കെ 1 വേർഡ് ചോദിക്കാൻ ചാൻസ് ഉള്ള, 1 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് എന്ത്? ഇവിടെ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. ഇതിൻ്റെ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് കമൻറ്റ് ബോക്സ് ടൈപ്പ് ചെയ്യുക. കമൻറ്റ് ബോക്സ് ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും നിങ്ങൾ പഠിക്കുന്ന സ്കൂളും കൂടി എന്ത് ചെയ്യണം? അതിലൊന്ന് ടൈപ്പ് ചെയ്യണം കേട്ടോ. അപ്പോൾ ക്വസ്റ്റ്യൻ നിങ്ങൾ ഇവിടെ സ്ക്രീനിൽ കാണുന്നുണ്ടല്ലോ. ഇതിൻ്റെ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് കമൻറ്റ് ബോക്സിൽ എന്ത് ചെയ്യുക? ടൈപ്പ് ചെയ്യട്ടോ. അതേപോലെ മറ്റൊരു ഹോംവർക്ക് കൂടി ഞാൻ തരുന്നുണ്ട്. ഇത് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തൊരു ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ടതാണ് കേട്ടോ. ഇതിന് ആൻസർ നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ പഠിക്കുന്ന സ്കൂളും നിങ്ങളുടെ പേരും എന്ത് ചെയ്യണം? കൂട്ടി കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ 2 ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുക? ഒന്ന് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് താഴെ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു 1 വേർഡിൻ്റെ ആൻസർ കൂടി അവിടെ കിട്ടും. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? അപ്പോൾ 9ാം ക്ലാസ്സിലെ എല്ലാ അപ്ഡേറ്റ്സും നമ്മൾ തരുന്നത് ഈ ഒരു ചാനലിലൂടെയാണ്. മക്കളെ, നമ്മുടെ എജുപോഡിൻ്റെ പ്രീമിയം ബാച്ചിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഇതിൻ്റെ ഒക്കെ ഡീറ്റെയിൽഡ് ക്ലാസ് അവൈലബിൾ ആണ്. പ്രീമിയം ബാച്ചിൽ ജോയിൻ ചെയ്യാനായിട്ട് താഴെ കാണുന്ന സ്ക്രോളുള്ള നമ്പറിലേക്ക് ഒന്ന് വിളിച്ചാൽ നിങ്ങൾക്ക് ചാപ്റ്റർ നോട്ട്, ക്വസ്റ്റ്യൻസ്, കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ വീണ്ടും കാണാതിരിക്കും. ബൈ.